സിമ്പിൾ ആൻഡ് ടേസ്റ്റി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5 കാഷ്യൂ എന്നിവ ചേർത്ത് ചെറുതായി റോസ്റ്റ് ചെയ്യാം. അതിലേക്ക് 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് വഴറ്റാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു വലിയ സവാള വലുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് പഴുത്ത തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ മിക്സ് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. പാൻ ചൂടാക്കി ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായി മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്യാം. അല്പം മധുരത്തിനായി 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അതിനുശേഷം 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ടാണ് ഫ്രഷ് ക്രീം കട്ടിയായിരിക്കുന്നത്. ഫ്രഷ് ക്രീം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പായി മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. മേത്തി ലീവ്സ് ഇടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡിഷാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.